ഗൈസ്. ഹലോ ഗൈസ്. സുട്ട എവിടെ പോവാ? വെൽക്കം പറ. വെൽക്കം ടു അവർ ന്യൂ വീഡിയോ പറ. ന്യൂ വീഡിയോ. ഓക്കെ, അപ്പൊ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാല് നമ്മുടെ ബേസിൽ ജോസഫ് ഒക്കെ പറഞ്ഞ് ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലെല്ലാം കിടന്ന് കറങ്ങി ഫേമസ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ മൺട്രോ ഐലൻഡ്, അവിടേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. മൺട്രോ തുരുത്ത് പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു, ഇപ്പൊ അത് ഭയങ്കര ടൂറിസം ഇതൊക്കെ ആയിട്ട് മൺട്രോ ഐലൻഡ് എന്നൊക്കെ പറയാൻ തുടങ്ങി. മൺട്രോ തുരുത്തായിരുന്നു ഞാൻ പഠിച്ച സ്കൂളിന്റെ അടുത്ത് തന്നെയായിരുന്നു. എനിക്ക് അവിടുന്ന് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ ടൈമില് അവരെ വീട്ടിലോട്ടൊക്കെ അവര് വിളിച്ചിട്ടുണ്ട് അവിടെ ഇങ്ങനെ പോവാന്നൊക്കെ പറഞ്ഞു. അന്നൊന്നും പോവാനൊന്നും സമയവും കിട്ടിയിട്ടില്ല, അവസരവും കിട്ടിയിട്ടില്ല. ഇപ്പൊ നമ്മൾ പോവാണ്. ബേസിൽ ജോസഫ് പറയേണ്ട വന്നു നമുക്ക് അവിടെ പോവാൻ. സ്കൂളിലല്ല, ബോട്ടിങ്ങിന് പോവാണ്. ഇതിന് സ്കൂളിൽ കയറുന്നതിന്റെ പ്രാന്ത്, ഇതിന് സ്കൂളിൽ കയറുന്നതിന്റെ പ്രാന്ത് ഇളകിയൊക്കെയാണ് നാട്ടിൽ വന്നതിന് ശേഷം. സ്കൂളിൽ പോണം എന്ന് പറഞ്ഞ ബഹളം. അതും പറഞ്ഞിട്ട് ബഹളമാണ്. എവിടെ പോയാലും ഇത് തന്നെയാ പറയാനുള്ളത്. അപ്പൊ ഞങ്ങള് അപ്പായന്റെ അമ്മച്ചിയുണ്ട്, മോനുണ്ട്. അപ്പൊ ഞങ്ങൾ ഇത്ര പേരാണ് പോകുന്നത്. നമ്മൾ അവിടെ ശരിക്കും പറഞ്ഞാൽ സ്റ്റേ ഈ ലെഫ്റ്റ് എടുത്തിട്ട് അങ്ങനെയാ പോകുന്നത്. നമ്മൾ ഒന്നറിയത്തില്ല വഴി. നമ്മൾ കഴിഞ്ഞ ദിവസം മീൻ പിടിക്കാനൊക്കെ പോയേ. അതെ 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 അതെ. മീൻ പിടിക്കാൻ പോയാ എല്ലാവരും കേട്ടായിരിക്കും പിടിച്ചോണ്ട് വന്നു. അപ്പൊ നമ്മള് ഇത് ശരിക്കും സ്റ്റേയും അങ്ങനെയൊക്കെയുള്ള പാക്കേജും പരിപാടിയൊക്കെ ഉണ്ട്. നമ്മള് പക്ഷെ നമ്മുടെ വീട്ടിൽ നിന്ന് 16 കിലോമീറ്ററോ എത്ര കിലോമീറ്റർ ഉണ്ട് പോലും, 11 കിലോമീറ്ററേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അവിടെ പോയി സ്റ്റേ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഞങ്ങളിപ്പം അവിടെ പോകണ്ടെങ്കില് ബേസിൽ ജോസഫ് പറഞ്ഞ പോലെ തന്നെ വെളുപ്പിന് അല്ലെങ്കിൽ സൺറൈസ് കാണാൻ അല്ലെങ്കിൽ സൺസെറ്റ് കാണാൻ പോകുന്നത്, വൈകുന്നേരം പോകുന്നതാണ് നല്ലത്. അപ്പം നമുക്ക് അവിടെ കോണ്ടാക്ട് കിട്ടിയിട്ട് നമ്മൾ അവിടുത്തെ ഒരു ഇതേപോലെ ഇങ്ങനെ ചെയ്യുന്ന ഒരു പാക്കേജ് നമ്മൾ എടുത്തിട്ടുണ്ട്, ഒരു ചേട്ടനെ വിളിച്ചിട്ട്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു രാവിലത്തെ കാണുന്നതിനെക്കാട്ടി നല്ലത് വൈകുന്നേരം വരുന്നതാന്ന് പറഞ്ഞു ചേട്ടൻ. അപ്പം സൺസെറ്റ് കാണാനാണ് സൂപ്പർ എന്ന് പറഞ്ഞു. അപ്പം നമ്മളിങ്ങനെ ഒരു ബോട്ടിങ് 2 മണിക്കൂറോ 3 മണിക്കൂറോ ബോട്ടിങ് പ്ലസ് ഫുഡിങ്, സീ ഫുഡ്. നമ്മൾ കുറേ ഫുഡ് ഓർഡർ കൊടുത്തിട്ടുണ്ട്, മെനു എല്ലാം പറഞ്ഞ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പം ബോട്ടിങ്ങും ഉണ്ട് അവിടെ, വള്ളത്തിൽ പോകുന്നതും ഉണ്ട്. ഏതാണെന്നുള്ളത് നമ്മൾ ഇനി അവിടെ ചെന്നിട്ട് വേണം. ബോട്ടിംഗ് ആണെന്നാണ് നമ്മൾ പറഞ്ഞ് ബോട്ടിംഗ് ആയിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞതായിട്ട് ഞങ്ങൾക്ക് വിചാരിച്ചേക്കുന്നത്. പക്ഷെ ഞാൻ ഇപ്പൊ എന്നെ പറഞ്ഞേ, ഞങ്ങൾ പറഞ്ഞേക്കുന്നത് ബോട്ടിംഗ് ആണെന്നാണ് മോന് പറയുന്നത്. ബോട്ടിങ്ങും ഉണ്ട്, വള്ളവും ഉണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ വള്ളത്തിൽ പോകാനായിരുന്നു താല്പര്യം. ഇനിയിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നോക്കട്ടെ, വള്ളത്തിൽ പോകുമ്പോൾ എങ്ങനെയുണ്ട് അത് നടക്കുമോ എന്നുള്ളത് നോക്കട്ടെ. കാര്യം ഈ ഫുഡൊക്കെ പറഞ്ഞേക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ബോട്ടിങ് ആണെന്ന്. വള്ളത്തിൽ പോയിട്ട് വന്നിട്ട് പിന്നെ ഫുഡിങ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നമുക്ക് സമയം ഉണ്ടാവുമോ എന്നുള്ളതൊന്നും അറിയത്തില്ല. കാര്യം എന്നാ വെച്ചാൽ എൻ്റെ കസിൻ ഉണ്ട്, അപ്പാടെ പെങ്ങടെ മോള്, അവളുടെ കല്യാണമാണ്. അപ്പം അത് നാളെയാണ് മനസ്സമ്മതം, തിങ്കളാഴ്ചയാണ് കല്യാണം. അപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെന്നിട്ട് നമുക്ക് അതിൻ്റെ പരിപാടിക്ക് അവിടെ തലേദിവസ പരിപാടി അങ്ങനെയൊക്കെ ഇല്ലേ, അപ്പം അങ്ങനെ പോകണം. അപ്പം അതുകൊണ്ട് ഒരുപാട് നേരം നമുക്ക് ഇവിടെ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. ബോട്ടിങ് ആണല്ലോ അവിടെ മെയിൻ. അവിടെ പോയിട്ട് ബോട്ടിങ്ങും ഫുഡടിയും, സീ ഫുഡ്, കല്ലുമ്മക്കായ, കൊഞ്ച്, തലക്കറി, അങ്ങനെ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കപ്പ എന്തൊക്കെയായിരുന്നു മോനു? അങ്ങനെ എന്താണ്ടൊക്കെ മോനു ഏതാണ്ടൊക്കെ ചോദിക്കും. അപ്പൊ എടുത്തു കേട്ടോ പറയും. അങ്ങനെ എന്താണ്ടൊക്കെ ആയിരുന്നു സെറ്റ് ചെയ്തത്. അപ്പൊ നമ്മളിപ്പോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. 12 മിനിറ്റിൽ നമ്മൾ അവിടെ എത്തും. ഇനി അപ്പൊ ഞാൻ വെറുതെ വലിച്ചു കിട്ടുന്നില്ല, അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ചിട്ടാ ബൈ പറഞ്ഞേ. ഇത് തന്നെ ഈ വലിച്ചു നീട്ടിയേക്കുന്നത്. ഇതായിരുന്നു അച്ചാച്ചൻ പഠിച്ച സ്കൂള്, ഇതാണ് ഞാൻ പഠിച്ച സ്കൂൾ. അമ്മ ഇവിടുത്തെ യൂണിഫോം മാറ്റുമോ? എനിക്ക് ഈ സ്കൂളിന്റെ അകത്തൊന്ന് കയറണം എന്നുണ്ടായിരുന്നു. എന്താ ഇപ്പൊ അവസ്ഥ? ഇത്
ഇതാണ് ഞാൻ പഠിച്ച സ്കൂൾ. ഇതിന്റെ ഉള്ളിൽ, ഈ മതിലിന്റെ ഉള്ളില് സെന്റ് മാർഗ്രറ്റ്. ഹായ്, ഞങ്ങളുടെ ഓഡിറ്റോറിയം ഇന്ന് ഭയങ്കര ടൈറ്റ് ആയി പോയി. ടൈറ്റ് വേണമെന്ന് ഒരു നേരം അടങ്ങിയിരിക്കുന്നത് ഒട്ടും ബോറടിക്കരുത്. അങ്ങനെ ഇപ്പൊ പറഞ്ഞു. അതൊക്കെ പണ്ട്, അതൊക്കെ പണ്ട്. ബ്രേക്ക് വേണ്ടാത്തത്, ബ്രേക്ക് വേണ്ടാത്തത്. തൊപ്പി എന്തി അവളുടെ? വേണ്ട വേണ്ട അപ്പൊ നമ്മൾ ഓഫീസിൽ വന്നു. അവിടുത്തെ ഒരു ചേട്ടൻ നമ്മളെ ആ ചേട്ടൻ ഫ്രണ്ടില് സ്കൂട്ടറിൽ പോവാ, നമ്മൾ ഫോളോ ചെയ്ത് പോവാ, ലൊക്കേഷനിലോട്ട് കൊണ്ടുപോവാ നമ്മളെ. നമ്മൾ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. പിന്നെ മറ്റേ കാര്യം കൺഫേം ആയി, ബോട്ടല്ല വള്ളമാണ് നമ്മൾ ഉദ്ദേശിച്ച സാധനം തന്നെയാ, രക്ഷോട്ട്. അപ്പം നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് സെറ്റപ്പ് എന്നൊക്കെ. അപ്പല്ല അടങ്ങായിരിക്കണം, ഈ റോഡാ ഇത് ഭയങ്കര വളവാ. അടങ്ങിയിരുന്നേ അപ്പേ, അങ്ങോട്ടും ഇങ്ങോട്ടും ആടുവാ. വേറെ കഴിഞ്ഞ ദിവസേ അവിടെ കുഞ്ഞു കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് ഭയങ്കര ഭയങ്കര കളിയും ശരിയായിരുന്നു. അത് കാണിച്ചു ഷുണ്ടാണ് എന്റെ പുറകില്. ഇവിടെ നടുക്കിരിക്കാം, മുള നടുക്കിരിക്കാം. മായ ഞങ്ങള് അയൽക്കാരാ. ഇന്നാളും വരെ ഞങ്ങൾ ഒന്നിച്ച് കളിച്ച് വളർന്നവരാ. ഞങ്ങള് കൂട്ടുകാരും അയൽക്കാരും, ഞങ്ങൾ കൊച്ചുനാൾ പോലെ ഞങ്ങൾ ഒന്നിച്ച് ഒരു വീട് പോലെ കഴിഞ്ഞവരാ. മഞ്ജു, മനു. ആദ്യം പിടിച്ച് ഷൂട്ടായില്ല കേട്ടോ. ശരിക്കും കിട്ടണ്ടേ ബാക്കിലൊക്കെ. അമ്മ കുഞ്ഞമ്മ കുഞ്ഞുണ്ടേ, ചെറുതായിട്ട് കുഞ്ഞു. വേണ്ട 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 കുഞ്ഞുണ്ടായി. എവിടാ പോണേ? മായല്ലേ ഇവിടുത്തെ മെമ്പറ്. ഭയങ്കര ഭയങ്കര ഭംഗിയല്ലേ ചേട്ടാ കാണാൻ. ചേട്ടന് തൊപ്പിയൊക്കെ കാണാം. വേണ്ടേ? ഇതാണ് ഇവിടുത്തെ ബോട്ട് സർവീസ്. ശരി, മഞ്ജു മനുവൊക്കെ ഇല്ലേ നമ്മുടെ ബാത്റൂമിന്റെ അടിയിൽ കൂടെ പോവോ? പക്ഷെ മേശേച്ചിയുടെ ആങ്ങളില്ലേ, മേശേച്ചിയുടെ ആങ്ങളില്ലേ, ആങ്ങളെ വെച്ച് തന്നാ മതി. ഷോ കഴിഞ്ഞെങ്കിൽ ഇരിക്കാം. വെള്ളത്തിൽ കിടന്ന് തുഴയുന്നത്. പോയി അപ്പുറത്തെ തിരിച്ചലോട്ട് പോയി തേങ്ങ അടത്താനും അതിനെല്ലാം പോവും. അവിടെ തന്നെ അതിന്റെ കരയ്ക്ക് തന്നെയായിരുന്നു വീടും.
ഇതേപോലൊക്കെ ഉള്ള സ്ഥലം തന്നെയാണല്ലോ അവിടെ പെരിങ്ങാലം. ഇരിക്കപ്പ അവിടെ. ഞാൻ ഇരുന്നാലും കൊക്ക് പോയതാണോ? തള്ളി പറിക്കുന്നതാ. പങ്കായ ഉണ്ടല്ലേ? പങ്കായ വെച്ചാ ഇത് വെച്ച് തടഞ്ഞു പോകുമായിരുന്നു. ഞങ്ങളിവിടെ പിന്നോട്ടേക്ക് 2 ദിവസം ഞാൻ വെക്കേഷൻ അവിടെ പോയി ഇരിക്കും. അവിടെ അപ്പുറത്തൊക്കെ തുരുത്തുണ്ട്. അപ്പൊ തേങ്ങ അടക്കാനും എല്ലാത്തിനും പോകും. അവിടെ രാവിലെ ഞങ്ങൾ ആഹാരമൊക്കെ ആയിട്ട് പോകും. അവിടെ ആ സൈഡ് തെങ്ങാളോ പറയുന്നത് തെങ്ങ ഇപ്പൊ ഒരു മറ്റേ ഒരു ബേസിൽ ജോസഫിലെ സംവിധായകൻ പുള്ളി പറഞ്ഞ ഒരു സാധനം ട്രെൻഡിങ്. ഷൂട്ടിംഗ് ആയിരുന്നു. പൊന്മാനോ ഈ ടോയിനോട് പടം ഉണ്ടായിരുന്നില്ലേ? ഇതെന്തിനാ ഉപയോഗിക്കുന്നത്? നമ്മൾ ചുമ്മാ പറയാറുണ്ട് നിന്റെ ഒത്തളങ്ങാന്നൊക്കെ. അതാണ് സാധനം. പശുവിനെ കൊണ്ടോ? പശു പശു കാട്ടുപട്ടി അവരൊക്കെ വരുമ്പോ അവരോട് സംസാരിക്കാനൊക്കെ അത്യാവശ്യം അയ്യോ തിരിയണു. ഞാൻ കാണുന്ന പച്ച സാധനമാണ് ഒതളങ്ങ. ഒതളങ്ങ ഒതളങ്ങ എന്ന് വെറുതെ പറയുന്നവരുണ്ടെങ്കിൽ ഇതാണ് ഒതളങ്ങ. അയ്യോ ചേട്ടാ പരിപാടി മീനൊക്കെ ഉണ്ടോ? മക്കളൊക്കെ എത്ര പേരുണ്ട്? അതേ മറ്റേ നീർക്കാക്ക വെള്ളത്തിൽ മീൻ പിടിക്കണ പോലെ ഒരു കിളിയില്ലേ മുങ്ങിപ്പോയി പിടിച്ചിട്ട് തന്നെ. തലവൊക്കെയാണ് അതേ തലവൊക്കെയാണോ? എടി ദേ വെള്ളത്തിൽ തല നീന്തി കിടക്കണോ? വള്ളത്തിന്റെ ചുവട്ട് നമ്മളിപ്പോ ഈ ലെഫ്റ്റിലോ ഇപ്പൊ മുങ്ങിയേക്കുവാ. ഇപ്പൊ മുങ്ങിയേക്കുവാ. എവിടെ ഉണ്ട് ആള് മുങ്ങിയേക്കുവാ. വീഡിയോ കിട്ടിയിട്ടുണ്ട്. ഇതേത് അപ്പുറത്ത് ആ മരത്തിന്റെ ആള് ഇതേ ആ ഫ്രണ്ടിലേക്ക് ആ പോണത് ആ ബ്ലാക്ക്. എടി ലെഫ്റ്റ് പോണത് അത് അങ്ങനെ വെള്ളത്തിൽ മുങ്ങും മീനെ പിടിക്കുക. ചേട്ടന് എന്ത് തോന്നണു ഇതിനെപ്പറ്റി? മീൻ സ്റ്റോക്ക് ചെയ്തേക്കുന്ന അല്ലേ? കച്ചവടം ഉണ്ട്. ചേട്ടാ മീൻ വേണോ നമുക്ക്? ഇവിടെ കൊള്ളാലോ സൂട്ടി. രസമുണ്ടല്ലോ സ്ഥലം. നല്ല രസമുള്ള സ്ഥലമല്ലേ സൂട്ടി? അവര്
ചാരി ഇരിക്കുന്ന ഐഡിയ കൊള്ളാം. അവരങ്ങ് തറയിലിരുന്നു, അവര് പേടിയായിരിക്കും മോളെ തടിയിലിരിക്കാനേ. അല്ല അതൊന്ന് സുഖമായിരിക്കും, വെയിലും കൊള്ളണേ. ചാരി ഇരിക്കാമല്ലോ. ആ ഇരുന്നെങ്കിൽ പിന്നെ ഇരിക്കണ്ട ഇവിടെ. ഇവിടെ വന്ന് ചാരി ഇരുന്നിട്ട് എന്നെ പിന്നെ വീഡിയോ ഏതിന് മേളില്? ഓക്കെ, ആ ജാക്കറ്റ് ഉണ്ടാവില്ല. കണ്ടന്റ് ഞങ്ങളെ കൊണ്ടുവന്നോട്ടെ ചേട്ടന്മാര്. അപ്പാ ഇറങ്ങിക്കണേ, ആവശ്യമില്ലാത്ത പരിപാലനം നീക്കല്ലേ. കാര്യമായിട്ട് എന്താ പറ്റി വീഴ്ചയിൽ? ഇന്നത്തെ വീഴ്ചയിൽ എന്താ പറ്റിയെന്നു തല ഇടിച്ചായിരുന്നോപ്പാ? കിട്ടും, നിനക്ക് പങ്കായത്തിനൊന്നും കിട്ടും. പാകിസ്ഥാനും ഇന്ത്യയും ബംഗ്ലാദേശും ഒക്കെയുള്ള കൊടിയുണ്ട്. അപ്പഴെ തല ഇടിക്കുവോ? ഓ കഷണ്ടി തല ഇപ്പൊ മിക്കവാറും നേടാ തട്ടും. പട്ടി കിടക്കുന്നു. എന്ത് സുഖമായിട്ട് കാറ്റും കൂടെ ഇറങ്ങുന്നു. നല്ല ഉറക്കായിരുന്നു പാവങ്ങൾ. ഞാൻ എന്തിനാ ഇരിക്കുന്നത്? പക്ഷേ അവിടെ തലയിടിക്കുന്നു. രണ്ടെന്തിനാ ഇരുന്നേ ഇപ്പൊ? പട്ടി എനിക്ക് വന്നാ ആ ഇത് നല്ല രസമുണ്ട്. മോനിന്റെ ഫോണില് ഫോട്ടോ കൂടെ ഇടും. മോനു തല താഴ്ത്തിക്കോണേ മോനുവേ. ഓ എന്റെ തല ഇടിക്കില്ല. അവസാനം ഇടിച്ചിട്ടില്ല. ഇല്ല ഇല്ല. ആ ഇത് കൊള്ളാം, നല്ല രസം വീഡിയോയില്. അവിടെ ഒരാൾ കിടന്ന് കുരക്കണ്ടല്ലോ. നമുക്കങ്ങ് ഇഷ്ടായി. എങ്ങനെയുണ്ടായടാ? അടിപൊളി. കാണാ അച്ചാച്ചൻ കുറെ നാളായിട്ട് പോന്ന് പറഞ്ഞു. മോന്റെ ഫോണെടുത്തിട്ട് ഫോട്ടോ മറ്റേ ആ റാ ഇതൊക്കെ പായോ ഏതറാ? ഇഷ്ടപ്പെട്ടോ? അവർക്ക് എന്റെ അടുത്ത് വന്നോളാൻ വയ്യ കേട്ടോ. ഇഷ്ടപ്പെട്ടോ? എന്തോ പോലെ ഈ സൂട്ടന് ഇഷ്ടപ്പെട്ടാടാ? സൂപ്പറാണോ? കാണക്കാൻ കേട്ടോ. ചൂട്ടി കമ്പ് കമ്പ് ചെമ്മീൻ കിട്ടും. നീന്തിപ്പോളൂ. അവർക്ക് നീന്താ അറിയാമോ? അവർക്ക് നീന്താ അറിയില്ല. അവരിതൊന്നും ഇടാണ്ടിരിക്കുന്നില്ല. നല്ലതാ, സേഫ്റ്റി സൂക്ഷിക്കുന്നത് നല്ലതാ. എന്റെ ഒരു കൂട്ടുകാരുടെ വീട് ഇവിടെ സ്നേഹ ദിനേശ്. ആ നീളം പറഞ്ഞ ഉണ്ട അറിയോ? അച്ഛൻ ആണോ? എന്റെ സ്കൂളിൽ പഠിച്ചതാ. കോണ്ടാക്ട് ഒന്നും ഇല്ല. അല്ല ഞാൻ സ്കൂളിൽ ഇവിടെ കാഞ്ഞിരോട് സ്കൂളിൽ പഠിച്ചിരുന്നപ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്നേ 10th വരെ. നല്ല മുടിയൊക്കെ ഉള്ള അത് തന്നെ. മുടി ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ നല്ല മുടി കാവ്യനാഥന്റെ നല്ല മുടിയായിരുന്നു. ഉറക്കം വരുവാണോ? ഇവിടെ കയറിയിരുന്നു എന്നിട്ട് ഉറങ്ങി.
ഹലോ ഗായ്സ്, അപ്പം ഞാൻ നമ്മളുടെ ഈ മൺട്രോ ഐലൻഡ് വ്ളോഗ് പാർട്സായിട്ട് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. ബിക്കോസ് ഞാൻ എഡിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഭയങ്കര ലെങ്തിയാണ്. അപ്പോൾ ഇത് ഒറ്റ വീഡിയോ ആയിട്ട് ഇടുന്നത് പോസിബിൾ അല്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യുകയാണ്. പക്ഷേ മൺട്രോ ഐലൻഡിൻ്റെ കുറേ പേരെങ്കിലും ഒരുവിധം എല്ലാവരും കണ്ടിട്ടുള്ള നമ്മളുടെ മെയിൻ പാർട്ട് ഉണ്ടല്ലോ, നമ്മളുടെ ആ ഒരു മെയിൻ ഏരിയ, ആ ഏരിയയിൽ എത്തുന്നതൊക്കെ ഇനിയാണ്. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കയറിയാണ് അവിടെ മെയിൻ സ്ഥലത്ത് എത്തുന്നത്. അതിനുശേഷമാണ് നമ്മളുടെ ഫുഡ് ഐറ്റംസ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആരും നെക്സ്റ്റ് പാർട്ട് കാണാൻ മറക്കരുത്. അപ്പോൾ ഈ പാർട്ട് ഇവിടെ കൊണ്ട് തീരുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ എന്തായാലും എല്ലാവരും കാണണം. അതുവരെ ടാറ്റാ ബൈ.